نحمده نصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള അദബാണ്. അതാണ് ശരിക്കുള്ള ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള അദബിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരിയിൽ ഒരു സഹീഹ് ഹദീസാണ്. അതിൽ പറയുന്നത് അതായത് ആരും ശരിക്കും വിശ്വസിച്ചിട്ടില്ല എന്നേ വരെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ഞാൻ അവർക്ക് ഭയങ്കര പ്രിയങ്കരനാണ്. എന്തിനേക്കാൾ? അവൻ്റെ ഉപ്പയേക്കാൾ, അവൻ്റെ ഉമ്മയേക്കാൾ, അവൻ്റെ മക്കളേക്കാൾ, അതായത് എല്ലാ ആൾക്കാരെക്കാട്ടിയും ഏറ്റവും ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണെങ്കിൽ മാത്രമേ ഒരു സത്യവിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ തന്നെ അത് തന്നെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. വെരി പവർഫുള്ളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദബ്, ആ സ്നേഹം, അത് കാണിക്കൽ. ഓക്കെ, എന്താണ് ശരിക്കും അദബ് വിത്ത് ദ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ റെസ്പെക്റ്റ്, ഓക്കെ, പിന്നെന്താണ് ബഹുമാനം, അങ്ങേയറ്റത്തെ ബഹുമാനം, അങ്ങേയറ്റത്തെ അനുസരണ, ഓക്കെ, അങ്ങേയറ്റത്തെ ആദരവ്. ഓക്കെ, നബിൻ്റെ ലൈഫ് ടൈമിൽ തന്നെ എല്ലാ സഹാബാക്കളും അത് കൊടുത്തിട്ടുണ്ട്. അത് ലൈഫ് ടൈമിൽ മാത്രമല്ല, അതിൻ്റെ ശേഷവും എങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാൻ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നബിനെ അങ്ങേയറ്റം സ്നേഹിച്ച് വി ഷോ ഇറ്റ് ത്രൂ അവർ വേർഡ്സ്, ആക്ഷൻസ്, നമ്മളെ ഹൃദയങ്ങളിലും. ഓക്കെ, അതായത് എങ്ങനെയാണ് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു ലെഗസി അതിനെ ഹോണർ ചെയ്യാൻ പറ്റാൻ? ഓക്കെ, അതെങ്ങനെയാണ്? ആ സുന്ന ഫോളോ ചെയ്തുകൊണ്ട്. ഓക്കെ, ആ സുന്നയെ നമ്മൾ പഠിക്കുക, നമ്മൾ മറ്റുള്ളവരെയും പഠിപ്പിക്കുക, നമ്മളത് ഫോളോവും ചെയ്യാൻ. ഇങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്യാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള അദബ്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഓക്കെ, നമ്പർ 1 അദബ് ഇൻ ലവ് ആൻഡ് ലോയൽറ്റി. ആ സ്നേഹവും ആ കൂറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാണിച്ചിട്ട്. ഓക്കെ, സൂറ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഓക്കെ, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. അതായത് എന്താണ് പറയുന്നത്? അതായത് ഒരു വിശ്വാസിയായ ആണിനും പെണ്ണിനും പറ്റിയതല്ല ഇദാ ഖദല്ലാഹു വറസൂലഹു അംറൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യത്തെ പറ്റി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അമ്രൻ, എന്ത് കാര്യത്തെ പറ്റിയിട്ടും, യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അതായത് അവർക്ക് അതിൽ വേറൊരു ചോയ്സ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അതായത് ഒരു സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഡിസിഷൻ ആക്കി കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അവർക്കത് മാറ്റാനുള്ള ഒരു ഇതും ഇല്ല എന്നുള്ളത്. ഓക്കെ, വമൻ യഅസില്ലാഹ വറസൂലഹു എന്താണ് പറയുന്നത്? ആരാണ് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും അനുസരണക്കേട് കാട്ടുന്നത്? ഫഖദ് ضل ضلالا മുബീന. അതായത് അവർ ശരിക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു മിസ്ഗൈഡൻസിലാണ് അവർ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് പവർഫുള്ളായിട്ട് ഒരു ആയത്താണ് ഇത് ശരിക്കും. അതായത് ഒരു ബിലീവറിൽ നിന്ന്, ആണായാലും പെണ്ണായാലും, ഒരു സത്യവിശ്വാസിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു ഇതാണ്, അതായത് ആ റെസ്പെക്റ്റാണ്, ആ ലവാണ് എന്തും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, കൊടുക്കേണ്ടത് ഈവൻ ബിഫോർ അവർ ഓൺ ഫാമിലി, നമ്മളെ മക്കളായാലും ആരായാലും നബിനോടാണ് അത് കാണിക്കേണ്ടത്. ട്രൂ ലവ് ശരിക്കും എൻ്റെ മുത്ത് റസൂല്, എൻ്റെ മുത്ത് ഹബീബ്, ഇങ്ങനെയാണല്ലോ ആൾക്കാർ പറയാൻ. വെറും വാക്കുകളാലേ മാത്രമല്ല, എങ്ങനെയാണ് ശരിക്ക് ആ സ്നേഹം, ആ കൂറ് കാണിക്കാൻ എങ്ങനെയാണ്? ബൈ ഫോളോവിങ് ഹിസ് സുന്ന. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്ന ഫോളോ ചെയ്തുകൊണ്ട്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും
ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണ്, അത് സുന്നയല്ലേ, അത് ഫർദല്ലല്ലോ. അതുകൊണ്ട് ചില ആൾക്കാർക്ക് മടി കാരണം അവർ വലിയ ഇത് കൊടുക്കൂല സുന്നക്ക്. ഓക്കെ, പക്ഷേ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഒരു സത്യവിശ്വാസി എന്താണ് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, എപ്പോഴൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഓണർ ഇൻസൾട്ട് ചെയ്യുന്നത്, നബിനെ കളിയാക്കി പറയുന്നതുമെല്ലാം അതിനെ ഡിഫെൻഡ് ചെയ്യൽ, അതാണ് ശരിക്കും ട്രൂ ആയിട്ടുള്ളൊരു ബിലീവർ അതാണ് ചെയ്യുക. നമുക്ക് സഹിക്കാൻ പറ്റൂല നമ്മളെ നബിനെ ആരെന്ത് പറയുന്നതും. അപ്പോൾ ഡു ഇറ്റ് റെസ്പെക്റ്റ്ഫുള്ളി അല്ലേ, നല്ല രീതിയിലാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, എപ്പോഴൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് കാര്യങ്ങൾ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, ഈ മോഡേൺ ട്രെൻഡ്സും ഈ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്തിനേക്കാളും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നയെ ആണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, അതായത് എത്രത്തോളം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്ന ഫോളോ ചെയ്യുന്നുണ്ട്. ദ വേ ഹീ സ്മൈൽഡ്, എങ്ങനെയായിരുന്നു ചിരിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചത്, എങ്ങനെയായിരുന്നു വെള്ളം കുടിച്ചത്, എങ്ങനെയായിരുന്നു നടന്നത്, ഉറങ്ങിയത്, എങ്ങനെയാണ് ഡു ഇറ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത്, നബിനെ ഫോളോ പടി നമ്മൾ ചെയ്യുന്നുണ്ടോ, ശരിക്കുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ, അതായത് നമ്മൾ നബിയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാനുള്ള ആ ഒരു ആവേശം കാണിക്കൽ, അതാണ് ശരിക്കുള്ള സ്നേഹം. ഓക്കെ, ഇനി നമ്പർ 2 എന്താണ്, രണ്ടാമത്തെ പോയിൻറ്റ്, അദബ് ഇൻ ഒബീഡിയൻസ് ആൻഡ് ഫോളോയിങ് ഹിസ് സുന്ന. അതായത് അദബ് എന്തിലാണ്, നബിനെ അനുസരിക്കുന്നതിലും ആ സുന്ന ഫോളോ ചെയ്യുന്നതിലും. ഓക്കെ, എന്താണ് പറയുന്നത്, ഓക്കെ, അടുത്ത പോയിന്റിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അതായത് എന്ത് കൊണ്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് തരുന്നത്, അതായത് എന്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫഖുദൂഹു, അത് നിങ്ങൾ എടുക്കാൻ, വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണ് നമ്മളെ ഫൊബിഡ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാനെ അതായത് അള്ളാനെ ഭയപ്പെടുക, സൂക്ഷ്മത പാലിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വെരി ഇൻറ്റൻസ് ആണ് എന്തിൽ, പണിഷ്മെൻറ്റിൽ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു വാർണിംഗ് പോലെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദ പ്രോഫിറ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കൽ. ഇവിടെ അദബ് എന്തെന്നാണ് ശരിക്കും, അതായത് നബിനോട് അനുസരണ കാട്ടലും സുന്ന ഫോളോ ചെയ്യലും, അതിൻ്റെ അദബ് എന്താണ്, അതായത് ഒരു ഹെസിറ്റേഷനും കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ഏറ്റെടുക്കുക, നമ്മളതിൽ കീഴൊങ്ങി കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, അതാണ്. ഓക്കെ, പിന്നെന്താണ്, നമ്മളെ പ്രിഫറൻസ് അല്ല, നമ്മളെ ഒപ്പീനിയൻസ് അല്ല നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, കൾച്ചർ, അതായത് നമ്മളെ കുടുംബത്തിൽ പലതും പറയും, നമ്മളെ കൾച്ചറലി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മളെ ആഗ്രഹങ്ങളോ ഇതൊന്നുമല്ല. എവിടെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തിൽ ഫോളോ ഹിസ് ലൈഫ് സ്റ്റൈൽ. എങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത്, ശല്യം പോലെയോ അതായത് ഒരു ബേർഡൻ പോലെയോ ഒന്നല്ല, സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത്. അത് എന്തും ചില സംഗതികളെല്ലാം ചിലപ്പം നമ്മളെ ആഗ്രഹത്തിന് എതിരെയായിരിക്കും, എന്നാലും നമ്മൾ എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, അദബ് ഇൻ സ്പീച്ച് അബൌട്ട് ഹിം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ അതിലുള്ള അദബ്. സൂറ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അതായത് എന്താണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ വെച്ചിട്ടാണ് വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹേ വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, അതായത് നിങ്ങളെ സൗണ്ട്, നിങ്ങളെ വോയിസ് നിങ്ങൾ റേസ് ആക്കരുത്, ഫൗക സൗത്തിൻ നബി, നബിൻ്റെ മേലേക്കായിട്ട് നമ്മളെ വോയിസ് റേസ് ചെയ്യാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, എന്നിട്ട് എന്താണ്,
പറയുന്നത്. അതായത് നബിനോട്, അതായത് നമ്മളെ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും അതിൻ്റെ മേലയിലേക്ക് പോകാൻ പാടില്ല, നബി പറയുന്നതിൻ്റെ മേലയിലേക്ക്. ഓക്കെ, കജഹരി ബഅദികും ലി ബഅദിൻ, എന്താണ്, അതായത് മറ്റുള്ളവരോട്, ഓക്കെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പം എന്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സഹാബാക്കളോട് പറഞ്ഞതാണെങ്കിലും ഇത് നമ്മൾക്കിപ്പോൾ ബാധകമാണ്. ഓക്കെ, അൻ തഹബത്തെ അമാലക്കും അൻതും ലാ തഷ്ഉറൂൻ, എന്താണ് പറയുക, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ ഡീഡ്സ് എല്ലാം വേസ്റ്റഡ് ആയി പോകും വിത്തൗട്ട് വി ഈവൻ റിയലൈസിങ് ഇറ്റ്. അതായത് നമ്മൾ ആലോചിക്കാതെ, നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മളെ നല്ല അമലുകളെല്ലാം ബാത്തിലായി പോകുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അത് ആ സമയത്ത് സഹാബാക്കളോട് പറഞ്ഞതാണെങ്കിൽ പോലും അത് നിലവിൽ ഇപ്പോഴും അത് ബാധകമാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ടുള്ള ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പം, നബി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുമ്പം, നമ്മൾ അതിലുള്ള പാഠങ്ങൾ പഠിക്കുമ്പം നമ്മൾ പറയാൻ പാടില്ല, അതായത് ഇതിലെ പഴയ കാലത്തെ കാര്യമല്ലേ, ഇത് 1400 വർഷം മുമ്പേ ചെയ്ത കാര്യം, ഇപ്പോൾ ഇതെല്ലാം മാറ്റി മറിക്കണ്ടേ, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ലോജിക്കൽ, ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇതിലും ഭയങ്കരമായ തെറ്റ് തന്നെയാണ്, നമ്മൾ അമലുകൾ മൊത്തം പോയി കിട്ടുന്ന തെറ്റാണിത്. ഓക്കെ, അപ്പോൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പം അതൊരു കാഷ്വൽ ആയിട്ടൊന്നുമല്ല നമ്മൾ സംസാരിക്കേണ്ടത്, ഒരു ജോക്കായിട്ടോ ഒരു തമാശയായിട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ശരിക്ക് എന്താണ് ആദരവോട് കൂടിയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, എപ്പോഴും നബിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പം ആ സലാത്ത് നമ്മൾ എപ്പോഴും ചെല്ലണം. അതാണ് ഈ അദബുണ്ടല്ലോ, നമ്മളെപ്പോഴും നബിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുമ്പം, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പം നമ്മൾ അന്നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത് അതൊരു വലിയ അദബാണ്, അത് ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു അദബാണ് ശരിക്കത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ ഫോർമാലിറ്റി. നമ്മൾ ഒരു നബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണം, അതൊരു ഫോർമാലിറ്റി പോലെയല്ല, അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് വെറുതെ അങ്ങനെ കാഷ്വലായിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. വി ഷുഡ് ബി ഓൾവേസ് റെസ്പെക്റ്റ്ഫുൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം കേൾക്കാനും അത് ഉൾക്കൊള്ളാനും. ഓക്കെ, 4ാമത്തെ പോയിൻ്റ് എന്താണ്, അദബ് ഇൻ ഡിഫെൻസ് ആൻഡ് ഓണർ. ഓക്കെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കണം. ഓക്കെ, വി ഷുഡ് നെവർ സ്റ്റേ സൈലൻറ്റ്. നമ്മൾ അനങ്ങാണ്ട് നിന്നിട്ട് ഒരിക്കലും നമ്മൾ അനങ്ങാണ്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ ശരിക്ക് അവരോട് തിരിച്ച് പറയണം, വി ഷുഡ് ഡിഫെൻഡ് ഹിസ് ഓണർ. പക്ഷെ എങ്ങനെ? റെസ്പെക്റ്റ്ഫുള്ളി, ഹിക്കമയോട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, മറ്റുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ, അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, വേണ്ടാത്ത കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങോട്ട് പറയുമ്പം. ഓക്കെ, 5ാമത്തെ പോയിന്റ് എന്താണ്, അദബ് ഇൻ വിസിറ്റിംഗ് ഹിസ് മസ്ജിദ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി വിസിറ്റ് ചെയ്യുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ ഇടം വിസിറ്റ് ചെയ്യുമ്പം അന്നേരമെല്ലാം എന്തായിരിക്കണം, നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി ആയിരിക്കണം. ഓക്കെ, നമ്മൾ വല്ലാണ്ട് സൗണ്ടാക്കിയിട്ടും വല്ലാണ്ട് ഇതാക്കിയിട്ടും ഒന്നും അവിടെ പോകരുത്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലുക. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഈ ഉംറക്ക് പോയ ആൾക്കാർ, ഹജ്ജിന് പോയ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സൈഡിലേക്ക് പോകണമെങ്കിൽ ഓക്കെ അത് കുറച്ചൊരു ടൈം എടുത്തിട്ട് അങ്ങനെ കാത്തുപിച്ച് ശരിക്കും വെറുപ്പിക്കലാണ്. എന്നാലും ചില ആൾക്കാർ എന്തൊരു സൗണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്, സുബ്ഹാനല്ലാഹ്. അവിടെ വെണ്ടക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാ തർഫൗ അസ്വാത്തക്കും ഫൗഖ സൗത്തിൻ നബി, ഇപ്പം നമ്മൾ കേട്ട ആയത്ത്. പക്ഷേ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവർ എന്തൊരു സൗണ്ടാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, എന്തിനാണിത്, അതൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതാണ് അദബ്. ഓക്കെ, അവിടെയാണ് അദബ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെന്താണ് അദബ് ഇൻ സെൻഡിങ് സലവാത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലവാത്ത് നമ്മൾ അയക്കുമ്പം അതിൻ്റെ അദബ് എന്താണ്? സഹീ മുസ്ലിമിലാണ് ഈ ഹദീസ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആരാണ് എൻ്റെ മേലെ ഒരു സലാത്ത് ചെല്ലുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 10 ബ്ലെസ്സിങ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, 10 മടങ്ങാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെന്താണ്? അതായത് റെഗുലറായിട്ട് നമ്മൾ സലവാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്ക് ഇതാക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി അതെല്ലാം ചെയ്തതാണ്, കുറേ ഗുണങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് ഈ ദുനിയപരമായിട്ടുള്ള നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിനൊരു സമാധാനം തരും. ഓക്കെ, പിന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് തന്നെ കുറേ എന്താണ് നമ്മളെ കുറേ കുറ്റങ്ങൾ പുറത്തു തരും.
നമ്മൾക്ക് കുറേ നിയമത്തുകൾ തരും, നമ്മൾ എന്താണ് അത് ഗുഡ് ഡീഡ്സ് ആയിട്ട് മാറും. ഇപ്പം തന്നെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ സ്പെഷ്യലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് ചെല്ലേണ്ടത്. ഓക്കെ, കാരണം അതിന് 10 മടങ്ങ് കൂലിയാണ്. പിന്നെന്താണ്, നമ്മളെപ്പോഴും നമ്മളെ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് അതിൻ്റെ കൂടെ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുക, അവരെ കൊണ്ട് അത് ഒരു ശീലമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പം നമ്മൾ സലാത്ത് തനിയെ നമ്മൾ ചൊല്ലിപ്പോണം. ഓക്കെ, പിന്നെ 7ാമത്തെ പോയിൻ്റ് എന്താണ്, അദബിൻ റിസീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഹിസ് വേർഡ്സ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ നമ്മളത് പഠിക്കുമ്പോൾ, നമ്മളത് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓക്കെ, നമ്മളത് നല്ല കെയർഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിദഅത്തായിട്ടും എന്താണ് ദഈഫായിട്ടുള്ള ഹദീസുകളൊന്നും കോട്ട് ചെയ്യാതിരിക്കാൻ, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. ഇപ്പോൾ എന്താണ് ഷെയറിങ്ങും ഫോർവേഡിങ് ആണല്ലോ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ശരിക്കും നോക്കിയിട്ട് വേണം നമ്മളത് ഷെയർ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും. ബി വെരി കെയർഫുൾ. ഓക്കെ, കാരണം ഭയങ്കരമായ കുറ്റമാണ് അൺഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നബി പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പറയൽ ഭയങ്കര കുറ്റമാണത്. അതാണ് ബിദഅത്ത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഓൾവേസ് മേക്ക് ഷുവർ, അതായത് നമ്മൾ വായിച്ചതും പഠിച്ചതും കറക്റ്റാണ്, നമ്മൾ അയക്കുന്നതും കറക്റ്റാണെന്നുള്ളത്. ഓക്കെ, പണ്ടത്തെ സ്കോളേഴ്സ് എല്ലാം അവരെങ്ങനെയാണ്, അവർ വുദു കൊടുത്ത്, ചില ആൾക്കാർ ഗുസ്ൽ വരെ ചെയ്ത് വുദു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഒരു ഹദീസ് പഠിപ്പിക്കാനും എഴുതാനും ഇരിക്കാനും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെന്താണ് കിട്ടുന്നത്, അങ്ങ് ചാമ്പു അങ്ങോട്ടേക്ക് ഇപ്പുറമല്ലോ അല്ലേ? എത്ര തെറ്റാണത്. അപ്പോൾ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം മറ്റുള്ളവരിൽ അത് എത്തിച്ചു കൊടുക്കാൻ. ഓക്കെ, ഇനി എന്താണ് 8ാമത്തെ പോയിൻറ്റ്, അദബ് ഇൻ പ്രയോറിറ്റൈസിങ് ഹിസ് ജഡ്ജ്മെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹുക്ം ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനം ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. ഓക്കെ, വി ഷുഡ് പ്രിഫർ ഇറ്റ് മോർ. സൂറ നിസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, സൂറ നിസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. അതായത് ഫലാ വറബ്ബിക എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസമാണ് എടുക്കുന്നത്. ഓക്കെ, നിൻ്റെ റബ്ബിൻ്റെ മേലെ ഖസം എടുക്കുന്നതാണ്. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ. ഓക്കെ, അതായത് ഒരിക്കലും അവർ വിശ്വസിക്കൂല എന്നേ വരെ നിൻ്റെ ഹുക്കം, അതായത് നീ എടുക്കുന്ന ഡിസിഷൻ അത് അവരെടുക്കുന്നത് വരെ. ഓക്കെ, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ. അതായത് എന്നിട്ട് അവരാ ഡിസിഷൻ, നിൻ്റെ തീരുമാനം അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവരെ മനസ്സിൻ്റെ ഉള്ളിലും ഒരു പ്രയാസം ഉണ്ടാവരുത് ആ ഡിസിഷൻ എടുത്തതിന്. ഓക്കെ, എടുത്തതിന് കൊണ്ട് അവരെ മനസ്സിൽ ആ പ്രയാസം ഉണ്ടാവരുത്. അവർ എന്താണ്, മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീം, അവർ അങ്ങേയറ്റം കീഴൊതുങ്ങി തരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ മേലെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും എന്താണ് നമ്മൾ വിചാരിക്കരുത്, ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, ഐ തിങ്ക് ലൈക്ക് ദിസ്, ഐ തിങ്ക് ലൈക്ക് ദാറ്റ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, ഇതാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. ഓക്കെ, അതായത് ഓരോ കാര്യം വന്നു കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു തീരുമാനിക്കാനുള്ളൊരു സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയായിരുന്നു, ഹൗ ഡിഡ് ആ പ്രോഫിറ്റ് ഡീൽ വിത്ത് ദിസ്, അതായത് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൈകാര്യം ചെയ്തത്, ഏത് മോഡലിലാണോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സീറ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ദ മോർ വി നോ സീറ, അതായത് ശരിക്കും സീറയിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ശരിക്ക് വേറൊരു ബ്യൂട്ടിഫുൾ ബുക്ക് തന്നെ ഉണ്ട്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ മിസ്റ്റേക്സ്, അവരെ തെറ്റുകൾ ഏത് രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റ് ചെയ്തത്. ഓക്കെ, അത് ശരിക്ക് ബ്യൂട്ടിഫുൾ ബുക്കാണ്. അത് നമ്മൾ ശരിക്കും അത് വായിച്ച് അത് നമ്മൾ ലൈഫിൽ തന്നെ നമുക്കത് കൊണ്ടുവരണം. ബിക്കോസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ ആൾക്കാരെ തെറ്റ് തിരുത്തി കൊടുത്തത്.
ഇവിടുത്തെ എന്നല്ല വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് തിരുത്താൻ, നമ്മൾ ചിലപ്പോൾ അവർ ഇൻസൾട്ട് ചെയ്തിട്ടോ നമ്മൾ എന്തെങ്കിലും കോലത്തിലായിരിക്കും തിരുത്തി കൊടുക്കാൻ. അപ്പോൾ ആ കേൾക്കുന്നവർക്ക് അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ മോഡൽ ടോണും അങ്ങനെ ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റായിട്ട് വൃത്തിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, പിന്നെന്താണ് 9ാമത്തെ പോയിൻറ്റ്, അദബ് ഇൻ ഫോളോയിങ് ഹിസ് ക്യാരക്ടർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടില്ലോ, വ ഇന്നക അലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നിനക്ക് ഒരു ബ്യൂട്ടിഫുൾ, അതായത് ഗ്രേറ്റ് ക്യാരക്ടറാണ് നിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ശരിക്കുള്ള ഗ്രേറ്റസ്റ്റ് അദബ് നമുക്ക് നബിനോട് കാണിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മളെ ക്യാരക്ടർ നബിൻ്റെ നമ്മൾ അനുകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റിയിട്ട് പറയുന്നത് അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? ഹി വാസ് സോ കൈൻഡ്. അതായത് ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തോ ഒരു സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എന്ത് കൈൻഡായിട്ട് ആ പെരുമാറ്റവും ഇതെല്ലാം സുബ്ഹാനല്ലാഹ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എത്രയോ കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെർവ് ചെയ്തത്. അനസ് ബിൻ മാലിക് ചെറുപ്പം മുതലേ കൂടെ ഉണ്ട്, ചെറിയ കുട്ടിയായിരുന്നു. എന്നിട്ട് എന്താണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരിക്കലും ഇതെന്താ നീ ഇങ്ങനെ ചെയ്തത്, ഇതെന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇഫ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയും, നീ ഇന്നേ സ്ഥലത്ത് പോയിട്ട് എന്തോ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ അല്ലേ, എന്തോ സംഗതി വാങ്ങി വരാൻ എന്തോ. ഓക്കെ, അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് കുറേ കുട്ടികൾ കളിക്കുന്നത് കാണും. ഇതൊരു ചെറിയ കുട്ടിയാണ്, 10 വയസ്സ് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നബി പറഞ്ഞ കാര്യം മറന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വന്നിട്ട്, ഓ അനസ്, നീ എന്താ ഇതുവരെ പോയില്ലേ? അന്നേരം അനസ് റളിയല്ലാഹു അൻഹു, ഞാൻ പോവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൂ കേട്ടാ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ എന്താ ഈ കുട്ടികളോട് കളിച്ച്, കാര്യം കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മളെ മക്കളെ തന്നെ നോക്കിയാൽ മതിയില്ല, കുട്ടികൾ അങ്ങനെയാണ്, അവരിങ്ങനെ കളിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് മതിമറിഞ്ഞു പോകും. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയൂ, ഓ അനസ് ഒന്ന് പോയിട്ട് നീ വരുമോ, എനിക്ക് എന്തായാലും എനിക്കതാണ് പ്രിഫറൻസ്, നീ ഒന്ന് പോയിട്ട് അത് ചെയ്ത് തരുമോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോ കെട്ടിപ്പിടിക്കാൻ നമ്മൾ ഒന്ന് പൊട്ടിച്ചു, എടാ കുറേ നേരമായില്ല എന്നോട് പറയുന്നത്, പോയിട്ട് പാടാന്നല്ലേ നമ്മൾ പറയാൻ. നമ്മളെ വർത്താനം തന്നെ നോക്ക്, നമ്മളിങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്ക്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഹൗ ഹി വാസ് ടു അതേഴ്സ്. അതായത് നമ്മളെ കൂടെയുള്ള ആൾക്കാർ, ഓക്കെ, നമുക്കിപ്പോൾ പണിക്ക് വരുന്ന ആൾക്കാരോ നമ്മളെ മക്കളോടോ മറ്റുള്ളവരോടോ കുറച്ച് പ്രായമുള്ളവരോടോ എങ്ങനെയാണ് നമ്മൾ പെരുമാറ്റം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലും എടുക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ എങ്ങനെയായിരുന്നു, ശത്രുക്കളെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വലിയ ശത്രുവിനെ വരെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഇഷ്ടക്കേടോ എന്തെങ്കിലും ഒരു വാശിയോ വൈരാഗ്യം ഇതൊന്നും വെച്ചിരിക്കണ്ട. ഇതെല്ലാം നബിൻ്റെ സുന്നയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദബ് കാണിക്കണമെങ്കിൽ അതെല്ലാം മനസ്സിൽ മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരോടെല്ലാം നിൽക്കാൻ. ഓക്കെ, ഫാമിലി ആയാലും ഫ്രണ്ട് ആയാലും ആരായാലും. പിന്നെന്താണ്, ഭയങ്കര ഹമ്പിളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഭയങ്കര ഹമ്പിള്. നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ ഓർക്കാൻ, നമ്മൾ ഏത് കോലത്തിൽ നമ്മൾ നടക്കുന്നത്, വി ഹമ്പിൾ. നമ്മൾ ഭയങ്കരമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് നബിൻ്റെ സുന്നയല്ല, അത് നമ്മൾ മാറ്റിപ്പിടിക്കണം. ഓക്കെ, ഷോ ഓഫ് ഇതൊന്നും പാടില്ല. പിന്നെന്താണ്, ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു, നന്ദിയുള്ള ഒരു ഈബാദിയായിരുന്നു. നമ്മളങ്ങനെയാണോ നമ്മൾ ആലോചിക്കാൻ അല്ലേ. പിന്നെന്താണ്, സത്യം മാത്രമായിരുന്നു പറഞ്ഞത്. അതായത് എന്താണ്, തമാശ പറയുമ്പം തന്നെ സത്യം മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൽ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അൽഹംദുലില്ലാ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളെ റിച്വൽസ് അല്ലേ, നമ്മളെ ധീരപരമായ കാര്യത്തിൽ എന്താണ്, നിസ്കാരം, ഫാസ്റ്റിംഗ്, അങ്ങനത്തെ കുറച്ച് റിച്വൽസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ മാത്രമല്ലാണ്ട് നമ്മളെ ക്യാരക്ടറും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കാം, അതായത് ഓരോ എക്സാമ്പിൾസ് അദബ്, ഓക്കെ, വിത്ത് ദ പ്രോഫിറ്റ് എവറി ഡേ എക്സാമ്പിൾ. ഓക്കെ, അതായത് നമ്മളിപ്പം സോഷ്യൽ മീഡിയ അഫ്കോഴ്സ് നമ്മളെല്ലാവരും റീൽസും പലതും കാണുന്നതല്ലേ. അപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ട് ഒരു നല്ല ഹദീസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനങ്ങ് മേലോട്ട് വേഗം കൊണ്ടാക്കാണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ സമാധാനത്തിൽ അത് വായിക്കുക, പേ അറ്റൻഷൻ, സലാത്ത് ചൊല്ലുക. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ നമ്മൾ എന്താണ് കറക്റ്റ് ചെയ്യുമ്പം, മറ്റുള്ളവരെ തെറ്റ് തിരുത്തുമ്പം എന്താണ് നമ്മൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു
പറഞ്ഞു തന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു ഈ ഇക്വേഷൻ അവിടെ വരുത്തിക്കുക. ഓക്കെ, പിന്നെന്താണ്, മറ്റുള്ളവർ നമ്മളെ ദീനിനെ പറ്റിയിട്ടും നമ്മൾ ഇതിനെല്ലാം കളിയാക്കുമ്പം ഇൻസൾട്ട് ചെയ്യുമ്പം നമ്മളെന്താണ്, വി ബി ഫേം, അതായത് റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, വേണ്ടാത്ത സംസാരം വെച്ചിട്ടല്ല, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, ഒരു ഹദീസ് ഡെയിലി, ഒരു ഹദീസ് ഫാമിലിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് എവറി ഡേ, അതായത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഒരു സജഷൻ. ഓക്കെ, അപ്പം ഫാമിലിൻ്റെ കൂടെ ഇരുന്ന് ഡെയിലി ഒരു ചെറിയ ഒരു ഹദീസ് എടുക്കുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതിനെ പറ്റിയിട്ട് സംസാരിക്കുക. നല്ല കാര്യമാണല്ലോ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അദബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അദബ്. സീറ പഠിക്കുക. സീറ നമ്മൾ പറയുക, നമുക്കെല്ലാം അറിയാം, സീറ എന്താണ്, സീറ പഠിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പഠിക്കുക, അത് വായിക്കുക. അതായത് പല സ്കോളേഴ്സും ചെയ്തിട്ടുണ്ട് സീറ. ഓക്കെ, അപ്പോൾ അവരിതെല്ലാം ഒരേ ഒരാളത് കേൾക്കണ്ട, ഇങ്ങനെ പലർതും നമ്മൾക്ക് കേൾക്കുക, ഒത്തൻറ്റിക് ആയിട്ടുള്ളത് പല ബുക്സും ഉണ്ട് നല്ലത്, അത് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഷമായിൽ പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബുക്ക് അത് നോക്കി പഠിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നബിൻ്റെ പഠിക്കാൻ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് നമ്മൾക്ക് ഒരു അദബ്. പിന്നെന്താണ്, നമ്മൾ ഡെയിലി നമ്മൾ വായിക്കുന്ന, നമ്മളിപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കലി നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റാൻ, സുന്ന പ്രകാരം പ്രാക്ടിങ് ഹിസ് സുന്ന. ഓക്കെ, അത് ചെയ്യുക. പിന്നെന്താണ്, സലവാത്ത് ഡെയിലി അറ്റ്ലീസ്റ്റ് 100 നമ്മൾ സലവാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എയിം ഇടണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, പിന്നെന്താണ്, നല്ല രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹി വാസ് വെരി വെൽ നോൺ, ഇന്നക അലാ ഹുലുഖിൻ അദീം. ഓക്കെ, ആ പെരുമാറ്റം നമ്മൾ ശരിക്ക് നമ്മൾ ആ ഇതിൽ കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കാൻ, എത്ര പ്രാവശ്യം നമ്മൾ നബിക്ക് സലാത്ത് ചെല്ലുന്നുണ്ട്, എത്ര പ്രാവശ്യം, ഏതെങ്കിലും ഒരു സുന്ന ഉണ്ടോ നമ്മൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂലേ, അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ഇത് ഓൾഡ് ഫാഷൻഡാണ്, ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സുന്ന, നബിൻ്റെ ഹദീസോ നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നബിക്ക് സലാത്ത് ചെയ്യാൻ, നബി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, യാ റബ്ബേ ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഡെയിലി എങ്ങനെയാണ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റാൻ, സലവാത്ത് ഇൻക്രീസ് ചെയ്യാൻ, ഓരോ ഹദീസ് നമ്മൾ പഠിക്കുക, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റായിട്ട് ഞാൻ ഒരു എന്താണ് ഇത് സൂറ, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് സൂറ അത്തോബയിലുള്ള ആയത്താണ് ഇത്. ഓക്കെ, ഇത് പറയുന്നത്, ഓക്കെ, കുൽ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നതാണ്. ഓക്കെ, കുൽ, നബിയെ പറയുക, ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും. ഓക്കെ, അതായത് ഇൻ ഖാന ആബാവുക്കും, നിങ്ങളെ ഉപ്പ. ഓക്കെ, നിങ്ങൾ ആബാവുക്കും എന്ന് പറയുന്നത് നിങ്ങളെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും അങ്ങനത്തെ എല്ലാവരും പെട്ട്. ഓക്കെ, വ അബ്നാവുക്കും, നിങ്ങളെ മക്കളെ മക്കൾ, വ ഇഹ്വാനുക്കും, നിങ്ങളെ ബ്രദേഴ്സ്, വ അസ്വാജുക്കും, നിങ്ങളെ ഇണകൾ, വ അഷീറത്തുക്കും, നിങ്ങളെ എക്സ്റ്റെൻഡഡ് ഫാമിലി, വ അംവാലും ഇഖ്തറഫ്തുമൂഹ. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾ ഏൺ ചെയ്ത സ്വത്തുക്കൾ. ഓക്കെ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ. ഓക്കെ, പിന്നെന്താണ് തിജാറ, അതായത് നിങ്ങളെ ബിസിനസ്. ഓക്കെ, നിങ്ങളെ ബിസിനസ്, അത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്. വ മസാക്കിനു തർദൗനഹ. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾ വെച്ച വീടുകൾ, ഇഷ്ടത്തോടെ വെച്ച വീടുകൾ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി. ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണെങ്കിൽ, അള്ളാനെ കാട്ടിയും റസൂലിനെ കാട്ടിയും നിങ്ങൾ ഇതിനാണ് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, മുൻതൂക്കം നിങ്ങൾ ഇതിനൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ, ഓക്കെ, വ ജിഹാദിൻ ഫീ സബീലിഹി, ഇതും കൂടി. ഓക്കെ, അതായത് ഈ പാതയിൽ നിങ്ങൾ ജിഹാദും സ്ട്രഗിളും ചെയ്യുന്നതാണെങ്കിൽ, അതായത് ഓക്കെ, വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി. എന്നാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാൻ്റെ അമ്ര് വരുന്നത് വരെ നിങ്ങളൊന്ന് കാത്ത് നിന്ന് കാണുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും
ഫാസിക്ക്, ഓക്കെ, അതിര് വിട്ട് കളിക്കുന്നവരെ, അനുസരണക്കേട് കാണിക്കുന്നവരെ ഒരിക്കലും ഗൈഡൻസ് കൊടുക്കൂല എന്നുള്ളത്. സുബ്ഹാനല്ലാ, എന്താണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം? അതായത് അള്ളാനെ കാട്ടിയും റസൂലിനെ കാട്ടിയും, ഓക്കെ, പിന്നെ ഈ പാതയിൽ, ഓക്കെ, ജിഹാദിൻ ഫി സബീലി, ഈ പാതയിൽ, അതായത് ഈ ദീനിൻ്റെ ഈ വഴിയിൽ നിങ്ങൾ സ്ട്രഗിളും ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഇഷ്ടം ഇതൊക്കെയാണെങ്കിൽ, നിങ്ങളെ ഫാമിലിനാ, നിങ്ങളെ സ്വത്തിനാ, നിങ്ങളെ ബിസിനസ്സിനാ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച് എന്താണ് ഇഷ്ടത്തോടെ ഉണ്ടാക്കി വെച്ച ഈ വീട്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ഇഷ്ടമാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ കാത്ത് നിന്ന് കാണുക. അള്ള വാർണിംഗ് ആണ് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് നമ്മളെ സ്ഥിതി, നമുക്കെങ്ങനെയാണ്? പിന്നെ എന്താണ്, അള്ളാഹിനോടും റസൂലിനോടും സ്നേഹമുണ്ട്, പക്ഷേ ഒന്നും കൂടി നമുക്ക് സ്നേഹം ഉണ്ടാവുമായിരിക്കും, ഇതിനെക്കാട്ടി എല്ലാം അള്ളാഹിനോടും റസൂലിനോടും സ്നേഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജിഹാദിൻ ഫീ സബീലി, എന്താണ് പറയുന്നത്? അള്ളാഹിനെയും റസൂലിനെയും ഇഷ്ടമുണ്ട് ഈ വഴിയിൽ, അതായത് ഈ ദീനിൻ്റെ ഈ കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിനെക്കാട്ടും ഇഷ്ടം നിങ്ങൾക്ക് ഇതൊക്കെയാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, നോക്കിയേ. അപ്പം നമ്മൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അള്ളാഹിനോടും റസൂലിനോടും സ്നേഹം മാത്രമല്ല, അതിലേക്ക് നമ്മൾ പ്രയത്നിക്കണം. വെറും സ്നേഹം കൊണ്ട് അനങ്ങാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഐ ലവ് റസൂൽ, ഐ ലവ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടല്ല, നമ്മളെ ജീവിതത്തിൽ, നമ്മളെ ആക്ഷൻസിൽ എല്ലാം അത് കാണിക്കണം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇതായിരുന്നു. ഞാൻ ഇതിൽ ഫസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, ഫസ്റ്റ് പറഞ്ഞത് സൂറ തോബയല്ല, അത് സൂറ ബക്കറയാന്ന് തോന്നുന്നു കേട്ടോ, സൂറ തോബ എന്നാന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.